നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് രമേഷ് ജി. ബജറ്റ് കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തില് ഇന്ത്യക്ക് ഒരു കുതിപ്പ് നൽകാൻ വേണ്ടിയിട്ട് അടിസ്ഥാന സംവിധാനം ഒരുക്കുന്ന ഒരു ബഡ്ജറ്റായിരുന്നു അത്. ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ എക്കണോമിക് പവർ ആവണമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു പാത ഒരുക്കിയിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്ന പ്രാക്ടിക്കൽ അപ്രോച്ച് ധാരാളമുണ്ട്. വളരെ വളരെ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. മറ്റ് പല വികസിത നാടുകളിലും ഉള്ളതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി ഏറ്റവും കുറവുള്ള നമ്മുടെ നാടാണ്. അതേസമയത്ത് ഈ ബഡ്ജറ്റിൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വെറും 12 രൂപ ഒരു മാസം ചെലവാക്കിക്കൊണ്ട് 2 ലക്ഷത്തിന്റെ ആക്സിഡന്റൽ നോർമൽ ഡെത്ത് ഇൻഷുറൻസ് ജനങ്ങൾക്ക് കൊടുക്കുന്നു. എന്നതുപോലെ ലോകത്തുള്ള മറ്റ് പല രാജ്യങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനിൽ 98% ജനങ്ങളും സ്കിൽഡ് മാൻ പവറാണ്. കൊറിയയിലാണെങ്കിൽ 95% ജനങ്ങളും സ്കിൽഡ് മാൻ പവറാണ്. അതേസമയത്ത് ഇന്ത്യയിൽ 2% ഉള്ളൂ. ഇന്ത്യക്ക് ലോകത്തിന്റെ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഉദ്ദേശമാണ് ഗവൺമെന്റിനുള്ളത്. അതാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 50% സ്കിൽഡ് മാൻ പവർ വളർന്നു വരണം. അതിനോടൊപ്പം 55% ജനസംഖ്യ 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവരെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവരെ സ്കിൽഡ് മാൻ പവർ യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് ആ ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകമാവുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിട്ട് മാൻ പവറും അത് യൂട്ടിലൈസേഷനുള്ള പല മാർഗങ്ങളും കാണിച്ചിട്ടുണ്ട്, പദ്ധതികളുണ്ട്. അതിനോടൊപ്പം തന്നെ യൂത്തിനെ ജോബ് സീക്കേഴ്സ്, ജോബ് അന്വേഷകരെന്നുള്ളതിന് പകരം ജോബ് ക്രിയേറ്റേഴ്സ്, ജോബ് ഉൽപാദകർ, തൊഴിൽ ഉൽപാദകരാക്കി മാറ്റുക എന്നുള്ള നിലക്കാണ് ആ അപ്രോച്ച്. അപ്രോച്ചിൽ വലിയൊരു മാറ്റമാണത്. ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം ആ അപ്രോച്ചിന്. അതുണ്ടായിട്ടുണ്ട്. എന്നതുപോലെ മറ്റൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം, 2,70,000 കോടിയിൽ കൂടുതലാണ് ഡിഫൻസിന് ചെലവാക്കുന്നത്. ഈ ചെലവാക്കുന്നതിൽ പകുതി കൂടുതലും അന്യനാടുകൾക്കാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ട വെപ്പൺസും മറ്റുള്ളതും ഉപകരണങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, സ്വയം പര്യാപ്തതയാണ് ഉദ്ദേശിക്കുന്നത്, നേടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു എക്സ്പോർട്ടർ കൂടെ ആവും. കാരണം നമ്മൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇത് പറയുമ്പോഴുണ്ടാകുന്നത്. ഒരു ആർമി ഒരു രാഷ്ട്രത്തിനുണ്ടെങ്കിൽ, ഒരു എയർഫോഴ്സ് ഒരു രാഷ്ട്രത്തിനുണ്ടെങ്കിൽ, യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതാവശ്യമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് വിദേശ നാടുകളിൽ നിന്ന് വരുത്തി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കോസ്റ്റ് ഓഫ് എംപ്ലോയീസിന്റേത് താരതമ്യേന കുറവായതുകൊണ്ട്, പ്രത്യേകിച്ചും വികസിത രാഷ്ട്രങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അമേരിക്ക, ഫ്രാൻസ് ചെലവാക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, നമുക്കൊരു എക്സ്പോർട്ടറായി മാറാനും സാധിക്കും. അങ്ങനെയുള്ളൊരു അവസരം അത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം 1,00,000 കോടി റുപ്യയുടെ നിർമ്മാണ സൌകര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം. അതുണ്ട്. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം ഊന്നൽ നൽകിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ കാര്യത്തില്
ഹോസ്പിറ്റലുണ്ടായാൽ പോരാ, മരുന്ന് കൊടുത്താൽ പോരാ, അതിലുപരി പരിസര ശുചീകരണവും അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൌകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ രോഗം പടരുന്നതിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വളരെ നിസ്സാര കാര്യമാണ്, എന്താ എന്ന് തോന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ നിലവാരത്തിൽ വളരെ വളരെ ഉയർച്ച ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല പല ഉപയോഗപ്രദമായ ജനങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ബഡ്ജറ്റിലുണ്ട്. മറ്റൊന്ന് പലരും പറഞ്ഞു കേട്ടു, ഇതൊരു കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന അങ്ങനെ ഒരു ആരോപണം നമ്മൾ കേട്ടിരുന്നു. കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആകെ ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. 30% കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരുന്നത് 25% കുറച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് നെറ്റ് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവുക. നെറ്റ് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോർപ്പറേറ്റുകളുടെയൊക്കെ 50% കൂടുതൽ ഓഹരികൾ ജനങ്ങളുടെ കയ്യിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലാണ്. അവർക്കാണ് അതുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അതിന്റെ ഒരു വശം അങ്ങനെയാണ്. അതിൽ അങ്ങനെ ഒരു വശമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അതുകൊണ്ട് പലതും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. വ്യവസായ മേഖലയ്ക്ക് വളരെ വളരെ സഹായകമാവുന്ന കാര്യങ്ങളാണ് അതിൽ പലതും ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ കാണേണ്ടത്, ഇൻകം ടാക്സിന്റെ പരിധിയിലും മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, എക്സംഷൻസ് കിട്ടുന്ന പലതരം എക്സംഷൻസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും 4,44,200 മാറി. അപ്പോൾ സാധാരണ ഒരു വരുമാനമുള്ള ആൾക്ക് ഏകദേശം ഒരു 7 ലക്ഷം ഉറുപ്പിയോളം വരുമാനം ഉണ്ടെങ്കിലും ടാക്സ് ഒന്നും കൊടുക്കാതെ ജീവിക്കാം, ശരിക്കും പ്രോപ്പർലി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഈ എക്സംഷൻ കിട്ടുന്ന 4,44,200 രൂപ എക്സംഷൻ കിട്ടുന്ന പല മേഖലകളുണ്ട്. അതിലൊരു വ്യക്തി നിക്ഷേപം നടത്തുകയാണെങ്കിൽ, അയാളുടെ ഇൻകം നിക്ഷേപം നടത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ടാക്സ് കൊടുക്കാതെ തന്നെ കിട്ടും. ഏകദേശം 7 ലക്ഷം ഉറുപ്പിയോളം ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രമേ 10%, 20%, 30% എന്നുള്ള സ്ലാബ് വരുന്നുള്ളൂ. അപ്പൊ അത് വളരെ വലിയ റിലീഫായിട്ട് വേണം നമ്മൾ കാണാൻ. മറ്റൊരു പ്രധാന കാര്യം ഉണ്ടായിട്ടുള്ളത് NRIസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. NRIസിന്റെ ഒരു ആംഗിളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രമാത്രം NRIകളെ അവഗണിച്ച ഒരു ബഡ്ജറ്റ് വളരെ നിരാശാജനകമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ NRIസിനെ പുകഴ്ത്തി പറഞ്ഞത് വാജ്പേയി അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിലായിരുന്നു. $71 ബില്യൺ ഈ 11 മാസം കൊണ്ട് ഇന്ത്യയിലേക്ക് വിദേശത്ത് ജീവിക്കുന്ന പ്രവാസികൾ അയച്ചു കൊടുത്തു. ലോകത്തെ നമ്പർ 1 റെമിറ്റൻസ് നമ്മളാണ് ചെയ്യുന്നത്. പിന്നീടാണ് ചൈന വരുന്നത്. എന്നിട്ടും പ്രവാസികളെ ആ പേര് പോലും പറഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന ഇപ്പൊ ഇത്രയും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം കൊടുത്തു. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പ്രവാസികളെ കൂട്ടത്തിൽ ധാരാളം അതിന് അർഹതമായവരുണ്ട്. ഇവിടുന്ന് എല്ലാ ദിവസവും നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് വേണ്ടി ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന ആളുകളില് ദശാബ്ദങ്ങളോളം വിദേശത്ത് ജീവിച്ച് കയ്യിലൊന്നും ഇല്ലാതെ പോകുന്നവരുണ്ട്. ആരോഗ്യം വളരെ മോശപ്പെട്ട നിലയിൽ പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് ഇങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റീസിൽ അവരെ ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നതുപോലെ തന്നെ പ്രവാസികള് ഈ അയക്കുന്ന പണം മുഴുവൻ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, മുഴുവൻ അൺപ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണ്. അതിൽ നിന്നൊരു 10% പ്രൊഡക്റ്റീവായിട്ട് ലാഭകരമായ വിധത്തിൽ നിയോഗിക്കാനുള്ള മാർഗം ഗവൺമെന്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഈ $71 ബില്യൺ എത്തുമ്പോൾ
7 ബില്യണെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കും. നാട്ടിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. മറ്റൊരു അപ്രോച്ച് നമുക്ക് കാണാൻ സാധിച്ചത്, ഇന്ത്യയില് എസ്റ്റിമേറ്റാ പറയുന്ന 25,000 ടണ്ണിൽ കൂടുതൽ സ്വർണമുണ്ടെന്ന് ഗവൺമെന്റ് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതിലൊക്കെ എത്രയോ കൂടുതലാണ്. ആ സ്വർണത്തെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് കണ്ടത്. അപ്പൊ സ്വർണം നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻകം കിട്ടും. ഒരു വർഷം എത്ര വർഷം കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് ഗോൾഡായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ സ്വർണ്ണ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണം, നമ്മൾ സാധാരണ ആളുകളുടെ കയ്യിലുള്ള സ്വർണം ആഭരണമായിട്ട് ലോക്കറിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവുന്നില്ല. സ്വർണം എത്രയോ കാലം കഴിഞ്ഞ് വില കൂടുമെന്നെങ്കിൽ ആ അനുഭവം അത് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. അതേസമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത്, ഇത് നിങ്ങൾ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻകം ലഭിക്കുന്ന സാധ്യതയുണ്ട്. അതേസമയം നിങ്ങൾ സ്വർണം ഏത് കാലത്താണോ തിരിച്ചു തരുന്നത് അന്ന് എത്ര സ്വർണം തന്നോ അത്രയും സ്വർണം തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യം അതിലുണ്ട്. ഒന്ന്, സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇത്രയും ഗോൾഡ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ 90% കണക്കിൽപ്പെടാത്തതാണ്. ഈ നിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചോദിക്കുന്നില്ല, നിങ്ങൾ എങ്ങനെയുള്ള സ്വർണ്ണമാണ്, ഇതൊന്നും ചോദിക്കില്ല, അത് ആക്സെപ്റ്റ് ചെയ്യും. പിന്നീട് തിരിച്ചു തരുമ്പോ അത് അക്കൗണ്ടബിൾ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഒരു 2 കോടി റുപ്യയുടെ സ്വർണം ഈ സംവിധാനത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുമ്പോൾ ഈ 2 കോടി റുപ്യ വൈറ്റായിട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നതുകൊണ്ട് നാഷണൽ സ്ട്രീമിലേക്ക്, എക്കണോമിക് സ്ട്രീമിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി പിന്നീട് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായി തീരും. ഇനിയുള്ള കാലത്ത് ഒരു വിധത്തിലും ടാക്സ് ഇൻവേഷൻ നടക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ 1 ലക്ഷം റുപ്യയുടെ ക്രയവിക്രയം ചെയ്യുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് നിർബന്ധം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഗവൺമെന്റിന്റെ കണ്ണിലാണ് ഇരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പൊ ബിനാമി അടിസ്ഥാനത്തിൽ വസ്തു വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊന്നും ഇനി നടക്കില്ല. അത്തരം ക്രയവിക്രയങ്ങളും നടക്കില്ല. കാരണം ഞാൻ ചെയ്യുന്ന, എന്റെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പാൻ കാർഡ് കാണിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ അത് നിർബന്ധമാക്കി. ആ നിർബന്ധമാക്കിയതിന്റെ ഫലമായിട്ട് എല്ലാം കാര്യങ്ങളും ട്രാൻസ്പെറന്റായി. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് ആവശ്യമാണ്. ഈ കള്ളപ്പണം നാട്ടിലുള്ളതിന് ശക്തിയായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് മറ്റൊന്ന്. അതിന് കള്ളപ്പണം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന്റെ 300% പെനാൽറ്റി കൊടുക്കണം. പക്ഷെ ഇപ്പോഴും അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോ പുതുതായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതെ, അത് 3 ഇരട്ടി 300% പെനാൽറ്റി കൊടുക്കണം. 10 വർഷം റിഗറസ് പണിഷ്മെന്റ്, ജയിൽ ശിക്ഷ, ഇതും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറെ അറുതി വരും. പിന്നെ മാത്രമല്ല, പുതുതായിട്ട് കള്ളപ്പണം ജനറേറ്റ് ചെയ്യൽ എളുപ്പമല്ലാത്ത സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഈ പാൻ കാർഡിന്റെ നിർബന്ധം ഉള്ളതുകൊണ്ട് ഈ പണം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കണമല്ലോ. എവിടെ ഉപയോഗിക്കണമെന്നെങ്കിലും പാൻ കാർഡ് കാണിച്ചേ തീരൂ. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതില് ഇപ്പൊ നമ്മൾ കാണുന്നത്, ഈ സാമ്പത്തിക വർഷം തന്നെ 7% കൂടുതൽ GDP ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷം 8.5 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2020 ആവുമ്പോഴേക്ക് 2 ഡിജിറ്റ് GDP എത്താൻ സാധ്യതയുണ്ട്. ആ എത്തുന്നതിനോടൊപ്പം തന്നെ വലിയൊരു കുതിപ്പ് ഇന്ത്യയിലുണ്ടാകും. കാരണം ധാരാളം തൊഴിലവസരങ്ങൾ. ഇപ്പൊ ഒരൊറ്റ മേഖലയെ എടുത്തു നോക്കിയാൽ തന്നെ വീട്ടുപകരണങ്ങൾ, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്, AC, കുക്കിംഗ് റേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ 2020 ആവുമ്പോഴേക്ക് ഇന്ത്യയിൽ അതിന്റെ ഇരട്ടി റിക്വയർമെന്റാണ് വരുന്നത്. ഈ ഇരട്ടി റിക്വയർമെന്റ് ഒരു ഉൽപ്പാദനം ഇരട്ടിപ്പിക്കണം. അതിന് വേണ്ടത്ര സ്കിൽ ആളുകളില്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്.
എന്നതുപോലെ ഒരു പ്രവാസിയെ സംബന്ധിക്കുന്ന ഒരു കാര്യം നമ്മൾ കൊടുത്ത ഒരു റെപ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രവാസികൾ ഓരോരുത്തരും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അതേസമയത്ത് ഇന്ത്യയിൽ അത് അക്യൂട്ട് ഷോർട്ടേജും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആളുകൾ തിരിച്ചു വരുമ്പോൾ ഇവരെ പുനരധിവസിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിന് ഉപയുക്തമായ മാർഗത്തിലുള്ള പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അത് ഒന്നും തന്നെ ഗവൺമെന്റ് നമുക്ക് ഫ്രീ തരേണ്ടതില്ല, അവസരങ്ങൾ ഉണ്ടാക്കുക വേണ്ടു. അപ്പൊ ഇവിടുന്ന് ചെല്ലുന്ന ആളുകൾക്ക് സുവർണാവസരം അവിടെ ഉണ്ടായിത്തീരും. തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചു വരുന്ന ഓരോ പ്രവാസിയും ഉപയുക്തമാവുന്ന സാഹചര്യം. മറ്റൊരു പ്രവാസികളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം, നമുക്കെല്ലാവർക്കും NRO അക്കൌണ്ട് ഉണ്ട്. NRO അക്കൌണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ കാരണം, നമ്മൾ NRE അക്കൌണ്ടിൽ നിന്ന് പൈസ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വന്ന പൈസ നമുക്ക് NRE അക്കൌണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല, തിരിച്ചിടാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ഇൻഷുറൻസിൽ ചേരുന്നു, മറ്റു പല വസ്തു ഉണ്ടായിരിക്കും, അത് വിൽക്കുന്നു. ഈ പണം എല്ലാം NRO അക്കൌണ്ടിലെ നമുക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇന്ത്യൻ റുപ്പി NRE മണം ഇന്ത്യൻ റുപ്പി ആക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റീപാട്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള വഴികളുണ്ട്, ലീഗലായിട്ടുള്ള വഴികളുണ്ട്. പക്ഷെ അതിനൊന്നും ആരും അവലംബിക്കാറില്ല, വളരെ അപൂർവ ആളുകളെ അവലംബിക്കാറുള്ളൂ. അപ്പൊ ഇന്ത്യൻ റുപ്പി ഒരു NRE ആയിട്ടുള്ള ആള് അവരുടെ ഫോറിൻ കറൻസി ആയിട്ടുള്ള അക്കൌണ്ടിൽ കിടക്കുന്ന ഇന്ത്യൻ റുപ്പിന്ന് ഫോറിൻ കറൻസി ആയിട്ട് കണക്കാക്കണം. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റി ഇന്ത്യൻ റുപ്പിയാക്കി മാറ്റുമ്പോൾ നമ്മളെ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്, ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്നുള്ള പലിശയ്ക്ക് 30% ടാക്സ് ആണ്. അതും അറ്റ് സോഴ്സ് ഡിഡക്ട് ചെയ്യുന്നത്. അതേസമയത്ത് ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകള് ലോക്കൽ അക്കൌണ്ടിൽ, റെസിഡന്റ് അക്കൌണ്ടിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് 10% ഉള്ളൂ. പക്ഷെ നമുക്കത് അങ്ങനെയല്ല, 30%. അത് ഒരു റുപ്പിയാണെങ്കിലും അതിന് 30 പൈസ എടുക്കും. അങ്ങനെയാണ് നിയമം. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ, റെപ്രസന്റേഷനിൽ ആവശ്യപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ റെസിഡൻസിന് കൊടുക്കുന്നത് പോലുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് തരാം. ഞങ്ങളും ഇന്ത്യൻ റുപ്പിയാണ് ഇട്ടിട്ടുള്ളത്. അതും ഞങ്ങൾ കൊണ്ടുവന്നത് വിദേശ നാണയം കൊണ്ടുവന്നിട്ടാണ് അത് ഇന്ത്യൻ റുപ്പിയാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ നേട്ടമുണ്ട്. അതെ. അപ്പൊ നമുക്ക് പ്രത്യേക ആനുകൂല്യം തരേണ്ടതാണ്. അത് തന്നില്ലെങ്കിലും ഇന്ത്യൻ റുപ്പിയായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾ നിക്ഷേപിച്ചാൽ അവർക്ക് കൊടുക്കുന്ന അതേ ടാക്സ് നിങ്ങൾ ഏർപ്പെടുത്തണം, 20% കുറക്കണം എന്നാവശ്യപ്പെട്ടു. അതിനെ സ്പർശിച്ചിട്ടില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ ജീവിക്കുന്ന ആളുകൾ പലരും വിദേശ നാടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു നൂലാമാലകളുമില്ല. KYC എന്നുള്ളത് ലോകം മുഴുവനുള്ള, അതുണ്ടെങ്കിൽ നിക്ഷേപം നടത്താം. പക്ഷെ ഇന്ത്യക്കാരനായിട്ടുള്ള ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ നിക്ഷേപം നടത്തുന്നതിന് RBI പെർമിഷൻ, 100 കൂട്ടം പരിപാടികൾ വേണം, സാങ്കേതിക തടസ്സങ്ങൾ. അതേസമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകള് അവർ ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഓരോ വർഷവും വിദേശ നാട്ടുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പൈസ എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിക്ഷേപിക്കുമ്പോൾ എനിക്ക് ഇത്രയും കടമ്പകളാണ്. നമ്മൾ ആവശ്യപ്പെട്ട ഈ കടമ്പകളെല്ലാം നീക്കുക. നാട്ടില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ NRIസിനും ഇൻവെസ്റ്റ് ചെയ്യാൻ സൌകര്യം ഉണ്ടാക്കുക. അങ്ങനെ സൌകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോ NRIസിന്റെ ക്യാപിറ്റൽ ഗെയിൻ അറ്റ് സോഴ്സ് ഡിഡക്ട് ചെയ്യണം. അതിനു പകരം റെസിഡന്റ് ഇന്ത്യൻസിന് അത് ചെയ്യുന്നില്ല. എന്നതുപോലെ തന്നെ ചെയ്താൽ ടാക്സ് കൊടുക്കുവാൻ മാത്രം ഇൻകം ഉണ്ടായിട്ടുള്ളവർ ഇന്നത്തെ സാഹചര്യത്തിൽ ടാക്സ് റിട്ടേൺ കൊടുത്തേ തീരൂ, കൊടുത്തില്ലെങ്കിൽ ചോദിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു, അതും നടന്നിട്ടില്ല. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. അഹല്യ ജീവിതരേഖ ജീവിതരേഖ തുടരുന്നു. ജീവിതരേഖയിൽ ഇന്ന് സംസാരിക്കുന്നത് ശ്രീ KV ഷംസുദ്ദീനാണ്. ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ബഡ്ജറ്റിലുണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാന മാറ്റം വെൽത്ത് ടാക്സ് എടുത്തു കളഞ്ഞു, ഒഴിവാക്കി. വെൽത്ത് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്ത് രാഷ്ട്രത്തിന് നൽകി എന്നതാണ്.
കെട്ടിടങ്ങൾക്കും ഒന്നിൽ കൂടുതലുള്ള ഭവനങ്ങൾക്കും ഇതിനൊക്കെയാണ് വെൽത്ത് എന്ന് പറഞ്ഞ് വരുന്നത്, വെൽത്ത് ടാക്സ് വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതില് അതിനുവേണ്ടി അത് പിരിച്ചെടുക്കാൻ വേണ്ടി ചെലവാക്കുന്നതിന് ന്യായീകരിക്കുന്ന അത്ര ഇത് കിട്ടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം പിരിച്ചെടുത്തത് 1008 കോടിയാണ്. 1008 കോടി എന്ന് പറഞ്ഞാൽ ബോംബെ, സൌത്ത് ബോംബെയിൽ നരിമാൻ പോയിന്റിലുള്ള ബിൽഡിങ്ങുകളുടെ അസറ്റ് വെച്ച് ടാക്സ് ആവശ്യപ്പെട്ടാൽ പോലും അതിൽ കൂടുതൽ വരും. പക്ഷെ ഇന്ത്യ മുഴുവനായിട്ട് പിരിച്ചെടുത്ത് അത്രയേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോ അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു സംഭവം ആയതുകൊണ്ട് അത് എടുത്തു കളഞ്ഞു. അതിന് പകരം എന്ത് ചെയ്തു, സൂപ്പർ ഇതുള്ള ആളുകൾ, ഇൻകമുള്ള ആളുകൾ, 1 കോടിയിൽ കൂടുതൽ ഇൻകമുള്ള ആളുകൾക്ക് 2% സർചാർജ് ഏർപ്പെടുത്തി. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, 1 കോടിയിൽ കൂടുതൽ ഇൻകം ഉള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം വെൽത്തും കൂടെ ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് 2% അവരുടെ വെൽത്തിന് ടാക്സ് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നിലവിലുള്ള സംവിധാനം ഒന്നും തന്നെ മാറ്റം വരുത്താതെ, മിഷനറിക്ക് മാറ്റം വരുത്താതെ ഇന്ന് കിട്ടുന്നതിന്റെ 10 ഇരട്ടിയോളം റവന്യൂ കിട്ടാനുള്ള ഒരു മാറ്റമാണ് ചെയ്തത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത്. ഇത് NRI ആയിട്ടുള്ള പലർക്കും ഉപയോഗപ്രദം ആവുന്നതാണ്. നാട്ടിലെ കെട്ടിടങ്ങളും അതുപോലെ ഒന്നിൽ കൂടുതൽ വീടുകളും ഒക്കെയുള്ള ആളുകൾ ധാരാളം ഉണ്ടല്ലോ, അവർക്ക് സഹായമാവുന്നതാണ്. എന്നതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്വർണത്തിന്റെ കാര്യത്തിലും NRIകളാണ് ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളീയർ ഇന്ത്യയിൽ ടോട്ടൽ കൺസ്യൂം ചെയ്യുന്നതിന്റെ 20 ഇരട്ടിയാണ് കേരളത്തില്, 20% കേരളത്തില് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതായത് 1000 ടൺ ചെലവാക്കിയിരുന്ന, ഇന്ത്യ മുഴുവൻ ചെലവായിരുന്ന സമയത്ത് 200 ടൺ മലയാളികളാണ് ചെലവാക്കിയിരുന്നത്. നമ്മുടെ ജനസംഖ്യ 3% ഉള്ളൂ, പക്ഷെ നമ്മൾ ചെലവാക്കുന്നത് 20%. അതാണ്. അപ്പൊ അതുപോലെ തന്നെ സ്വർണം നമ്മുടെ കേരളീയരുടെ കയ്യിൽ, പ്രവാസികളുടെ കയ്യിലുണ്ട്. അതിങ്ങനെ ഉപയോഗപ്പെടുത്താം. മറ്റൊരു പ്രവാസികൾക്ക് പങ്കാളിയാവാവുന്ന ഒരു കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോണ്ട്. ഇത് വളരെ കാലങ്ങളായിട്ട് രമേശ് അറിയാൻ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം, ഈ ബഡ്ജറ്റിലുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടില് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഹ്യൂജ് മണി നമുക്ക് ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ബോണ്ടുകൾ ഇറക്കിക്കൊണ്ടിരിക്കും. അതിന് ഉള്ള റിട്ടേണിന് യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല. മുമ്പുള്ള എല്ലാ ബോണ്ടുകൾക്കും ടാക്സബിളാണ്, ഇതില്ല. അപ്പോ സാധാരണ പ്രവാസികൾക്ക് മറ്റുള്ള ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടിലും ഇതിലൊന്നും പോവാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിന് നിക്ഷേപിക്കാൻ സാധിക്കും ബോണ്ടില്. അപ്പൊ 2 കാര്യമാണ്. ഒന്ന്, നിക്ഷേപകർക്ക് ആകർഷകമായ ഒരു റിട്ടേൺ കിട്ടും, ടാക്സബിളും അല്ല. അതെ, ടാക്സബിൾ അല്ല. മൂന്നാമത്, രാഷ്ട്ര വികസനത്തിന്, രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പങ്കാളിയായി എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് അതോടൊപ്പം ലഭിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റുള്ള ബിസിനസ്സൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുണ്ടാകാൻ പോകുന്നത് കൺസംഷൻ കൂടും. ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകളുടെ കൺസംഷൻ കൂടും. എല്ലാ സ്ഥാപനങ്ങളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഉൽപ്പാദകരുടെ ലാഭം വർദ്ധിക്കും. അങ്ങനെ ആവുമ്പോൾ കമ്പനികൾ കൂടുതൽ ലാഭം ഉണ്ടാക്കും. കമ്പനികളുടെ ഓഹരി വില ഉയരും. ഇതിനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. മാർക്കറ്റ് വളർന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നേരത്തെ പറഞ്ഞിരുന്ന പോലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബഡ്ജറ്റിന് മുമ്പ് നിങ്ങൾ ഈ സമയത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ലാഭം കൊയ്യാൻ സാധിക്കുമെന്ന് 4 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നതുപോലെ തന്നെ നമ്മളുടെ മുമ്പിലുള്ള ചില അനുഭവങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ചില പ്രതിഭാസം നമ്മൾ മനസ്സിലാക്കണം. 5 വർഷം മുമ്പ് ഇൻഡെക്സ് 16,000 ആയിരുന്നു, സെൻസെക്സ്. അത് 29,000 ആയിട്ട് ഉയർന്നപ്പോ 78% വർധനവുണ്ടായി. അതേസമയത്ത് ചില കമ്പനികൾ, അജന്ത ഫാർമ 47 റുപ്യ ഉണ്ടായിരുന്നത് 2,800 റുപ്യാണ് ഇപ്പൊ വില.
5777% ഉയർന്നു. 78% സെൻസെക്സ് ഉയർന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ലാ ഒപ്പേല, എനിക്കതിൽ വളരെ സംതൃപ്തിയുണ്ട്. ഒരു കാലത്ത് ഞാൻ IPO ആയിട്ട് ആളുകൾക്ക് കൊടുത്തതാണത്. ധാരാളം ആളുകളുടെ കയ്യിലുണ്ട്. ₹7.70 5 വർഷം മുമ്പ് 382 4850% ഉയർന്നു. എന്നതുപോലെ തന്നെ നിരവധി അതുപോലുള്ള കമ്പനികളെ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഇൻഡോ കൗണ്ട് വെറും 9.45 ഉണ്ടായിരുന്നത് 396, 4098%. ഒരു 10 കമ്പനികളെ പേര് ഞാൻ പറയുന്നുള്ളൂ. 500% കൂടുതൽ ഉണ്ടായിട്ടുള്ള 50-ൽ പരം കമ്പനികളുണ്ട്. അതുപോലെ വിഭാവ് ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി 26.75 ഉണ്ടായിരുന്നത് 810 ഇപ്പോൾ 2931%. ഐഷർ മോട്ടോറാണ് ഏറ്റവും അത്ഭുതം. ഇവിടെ ₹10 ഞാൻ IPO കൊടുത്ത കമ്പനിയാണ്. അത് 584 5 വർഷം ഉണ്ടായിരുന്നത് 16,255, 2683. ആസ്ട്രേ പോളി എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ കമ്പനി വളരെ അത്യാധുനികമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 1732 449, 2488. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത കമ്പനി. ഞാനിത് കംപ്ലീറ്റ് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ബഡ്ജറ്റിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കേണ്ട സമയമല്ല ഇപ്പോഴ്. പ്രവാസികളായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബഡ്ജറ്റ് പാസ്സാവുന്നതുവരെ നമ്മുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ എത്തിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും എല്ലാ MP-മാർക്കും നമ്മളുടെ ആവശ്യം ഉന്നയിക്കുക. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ധാരാളം ആളുകളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള MP-മാരുണ്ട്. അവർക്കെല്ലാം തന്നെ നമ്മളുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മെയിൽ അയക്കുക, അല്ലെങ്കിൽ റെപ്രസെന്റേഷനായിട്ട് അയച്ചു കൊടുക്കുക. നമ്മൾ പത്രദ്വാര പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഗവൺമെന്റിൽ റെക്കോർഡായിട്ട് അവിടെ കിട്ടണം. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ആവശ്യപ്പെട്ട്. പക്ഷെ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ എന്താണോ പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് അത് മുഴുവൻ ഞാൻ ഫേസ്ബുക്കിലിടുന്നുണ്ട്. എല്ലാ സംഘടനാ സാരഥികൾക്കും അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് അവരുടേതായിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതും ചേർത്തുകൊണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അയച്ചു കൊടുത്താൽ ബഡ്ജറ്റ് പാസ്സാവുന്നതിന് മുമ്പ് എങ്കിലും ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നമ്മൾ സംസാരിച്ചത്. ശ്രോതാക്കൾക്കും വിളിക്കാം, സംശയങ്ങൾ ഉന്നയിക്കാം, പങ്കുചേരാം. വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, നമസ്കാരം. നമസ്കാരം. ജീവിതരക്ഷയാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജാഫർ, ദുബായ് നാട്. ജാഫർ പറയൂ. ഹലോ സാർ. ജാഫർ പറയൂ, എന്താ പറയാനുള്ളത്? ഞാന് ഈ ഗ്യാരണ്ടീഡ് ഇൻകം പ്ലാൻ ഉണ്ടല്ലോ, അതൊരു 5 years ചെയ്യുന്നത് അതോ 5 years SIP ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അറിയാൻ. SIP ആണ്. അതെ, ഏതാ SIP ചെയ്യാന്നല്ലേ? അതെ, അതല്ലേ. ഈ 5 years കണ്ടിന്യൂ ആയിട്ട് SIP ചെയ്താല് താങ്കള് ആ സ്കീമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന സംഖ്യ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്താൽ താങ്കൾക്ക് അതിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. അതെല്ലേ. ഓക്കെ, എന്നാ താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഹലോ, രമേശ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. രതീഷ് അല്ലേ? പറയൂ രതീഷ്. സാറിനോടൊന്ന് ചോദിക്കാനായിരുന്നു. കേൾക്കുന്നുണ്ട് രതീഷ്, പറയൂ, എന്താ അറിയേണ്ടത്? ഇപ്പൊ നമ്മൾ SIP ആയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഏതാ സ്കീം നല്ലതാ? വേറെ ഒന്നും ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഇല്ല, റിലയൻസ് ഈക്വിറ്റി അഡ്വൈസർ ഫണ്ട് ചേർന്നുള്ളൂ. ഏതാ? റിലയൻസ്. അതുപോലെ HDFC മിഡ് ക്യാപ് ഫണ്ട്. മിഡ് ക്യാപ് ഫണ്ട്. അതെ, അതായത് 10-12 ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകള് ലിസ്റ്റ് ഞങ്ങളെ ഓഫീസിൽ ചെന്നാൽ പറയൂ. അവര് അതിലിഷ്ടമുള്ളത് നമുക്ക് ചേരാം. അത് അവിടെ പോയാൽ മതി. അവിടെ പോയി പറയാം, ഞാൻ എന്നായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറയാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ജീവിതരേഖ.
സാറേ എന്റെ പേര് പുഷ്പചന്ദ്രൻ. പറഞ്ഞോളൂ. സാറേ ഞാൻ നമ്മുടെ ഈ ഒമാൻ ഇൻഷുറൻസിൽ ഒരു ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4.5 വർഷത്തിന് അടുക്കലായിട്ടുണ്ട്. ഒരു 31,000 ദിറംസോളം അടച്ചു. ഇപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പം എനിക്ക് 16,000 ദിറംസോളം അതില് ഉള്ളൂ എന്ന് അവര് പറയുന്ന അക്കൗണ്ടിൽ. 4 വർഷത്തോളം അവരുടെ കമ്മീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ അത് വിഡ്രോ ചെയ്യണോ അതോ അടയ്ക്കണോ? അത് എത്ര വർഷത്തേക്കുള്ള പോളിസിയാ? എന്താ സാറേ, അത് അവരെന്റെ അടുക്ക 3 വർഷമെന്നും പറഞ്ഞായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ 5 വർഷം. ഇപ്പൊ ചെന്ന് 65 വയസ്സ് വരെ അടയ്ക്കാമെന്നാ പറയുന്നത്. അതെ, താങ്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരെങ്കിലും നമ്മുടെ മുമ്പില് ഏതെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നാല് അവർ വായകൊണ്ട് പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. ഡോക്യുമെന്റ് പരിശോധിക്കുക, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. ഇപ്പൊ താങ്കളോട് 3 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 45 വർഷം വരെ ചെയ്യാനാ പറയുന്നത്. പലർക്കും 65 വയസ്സ് വരെ. അത്ര കാലം ഇവിടെ ജീവിക്കും എന്നുള്ളതിനെ നമ്മൾ നിൽക്കും എന്നുള്ളതിനെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞങ്ങളിത് ഏതാനും നിമിഷം മുമ്പ് പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്ത് നിക്ഷേപം നടത്തിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചൊരു സൂചന തന്നു. നമ്മളെ നാട് തന്നെയാണ് നിക്ഷേപം നടത്താൻ ഏറ്റവും അനുയോജ്യം, മറ്റേത് നാടിനേക്കാളും. ലോകത്തുള്ള നിക്ഷേപ സ്ഥാപനങ്ങൾ മുഴുവൻ കഴിഞ്ഞ ഒരു മാസം 25,000 കോടി റുപ്യ ഇന്ത്യയെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ വിശ്വാസം അർപ്പിച്ചുകൂടാ? മറ്റുള്ള നാടുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനാ മറ്റുള്ളടത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി താങ്കളത് എടുത്തു കഴിഞ്ഞാൽ ഭീമമായ നഷ്ടം പറ്റും. അതിരുന്നാൽ എത്ര കാലം ചെയ്യാൻ പറ്റും? അത് പരിപൂർണമായി ചെയ്താൽ എന്ത് താങ്കൾക്ക് കിട്ടുമെന്ന് ഇപ്പൊ പറയാനും സാധിക്കില്ല. അവര് പറയുന്നത് സാറേ, ഞാൻ അന്വേഷിച്ചപ്പോ അവര് പറയുന്നത് ഇനി ഒരു 5 വർഷമൊക്കെ അടയ്ക്കുവാണെങ്കിൽ അത് റിക്കവർ ആയി വരുമെന്നാ പറയുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് ഇതാണ്. പക്ഷെ അതിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ലേ? അതെ, ഉണ്ട്. അതെ. അപ്പൊ ഇത് താങ്കൾ അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ മതി. ഞാനിത് ഇൻഷുറൻസ് കവറേജിന് വേണ്ടി ചേർന്നിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ സമാധാനിക്കാം എന്നേ ഉള്ളൂ. അല്ല സാറേ, ഇപ്പൊ ഞാൻ അത് സറണ്ടർ ചെയ്ത് അത് ഞാൻ പറയില്ല. ഞാൻ ഇൻഷുറൻസ് എടുത്ത ആളുകളോട് സറണ്ടർ ചെയ്യാൻ പറയില്ല. ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറയില്ല. എന്താണെന്നറിയോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന വലിയ റിസ്ക്കാ. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാള് പറഞ്ഞുകൊണ്ടാണ് അയാളത് ക്യാൻസൽ ചെയ്തത് എന്നാണ് പറയാ. ഇപ്പൊ ഒരു 3,000 ദിറം. അതുകൊണ്ട് താങ്കൾ എന്നോട് 10 പ്രാവശ്യം ചോദിച്ചാലും ഞാൻ അതിന് ആൻസർ പറയില്ല. അത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, അങ്ങനെ പറയില്ല. സ്വയം തീരുമാനിക്കേണ്ടതാ. സാറേ, ഞാൻ ഇതിപ്പോ അവര് അതൊരു 3-4 പോളിസികളും ഡ്യൂ ആയിട്ടുണ്ട്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതുമില്ല. അങ്ങനെ വരുവാണെങ്കിൽ അവര് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ള ഫണ്ടിൽ നിന്ന് ഈ ഇൻഷുറൻസ് പൈസ പൊക്കോണ്ടേയിരിക്കും. അപ്പൊ കുറെ കാലം സീറോ നഷ്ടാവും. ഇൻഷുറൻസ് പരിരക്ഷയും കിട്ടില്ല. അത് ഇപ്പൊ ഒരു 10,000-12,000 ദിറംസ് പോകുമെന്ന് വെക്കുക, എങ്കിൽ പോലും അത് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ പറ്റും. പൈസ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, ഒരു 5 വർഷം കണ്ടിന്യൂ ചെയ്തിട്ടൊക്കെ ഒരു ഫണ്ടിലേക്ക് എങ്ങനെയും അത് ചെയ്യാം. തുടങ്ങുന്നതിന് അതൊക്കെ താങ്കൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം. സാറിന്റെ ഷാർജൽ ഓഫീസിൽ വന്നാൽ സംസാരിക്കാം. പിന്നെ എന്നെ കാണാലോ. വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും? വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവില്ല, അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവും. ഓക്കെ സാർ, അങ്ങനെ. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സാർ. ഈ മ്യൂച്വൽ ഫണ്ടിനേക്കാളെ ഗ്രോത്ത് നമ്മുടെ ഷെയറിൽ കിട്ടുന്നതല്ലേ, സ്റ്റോക്കിലല്ലേ കിട്ടുന്നത്? തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അതില് നമ്മൾ ഇൻവോൾവ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടില് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യം അതൊക്കെ ഫണ്ട് മാനേജറാണ് ചെയ്യുന്നത്. റിസ്ക് കുറവാണ്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ഷെയറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും അവസരം ഓഫീസിൽ വന്നാലേ കിട്ടുമോ? ഓഫീസിൽ നീന്തം പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം എന്നതുപോലെയാണ് ഇതിന്റെ കാര്യം. അല്ലാണ്ട് ആരെന്ത് വായിച്ച് പഠിപ്പിച്ചാലും പറഞ്ഞു പഠിപ്പിച്ചാലും അത് പരിപൂർണമാവില്ല. ഇൻവോൾവ് ചെയ്താൽ മാത്രമേ പരിപൂർണമാവുള്ളൂ. മലയാളത്തിൽ ചില പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. ആ പുസ്തകമൊക്കെ വാങ്ങിച്ചാൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഇതിലിറങ്ങിയാൽ മാത്രമേ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ല, എനിക്ക് ജിയോജിത്തില് അക്കൗണ്ട് ഉണ്ട്, നാട്ടിലാണെന്നുള്ളതേ ഉള്ളൂ. നാട്ടില് അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല NRI ഇന്നത്തെ നിയമപ്രകാരം.
അത് ശരി. റെസിഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല, നോൺ റെസിഡന്റ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. ഞങ്ങളെ ഓഫീസിൽ വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ കിട്ടും. ഓക്കെ, താങ്ക് യു. ഹലോ, റേഡിയോ വോളിയം കട്ട് ചെയ്യൂ പ്ലീസ്. കട്ട് ചെയ്തു. എന്റെ പേര് അബ്ദുൽ സലാം കുറ്റിയത്തിൽ. പറയൂ അബ്ദുൽ സലാം. സംസുദ്ദീൻ സാറിന് സംസാരിക്കാം. കേൾക്കുന്നുണ്ട് അബ്ദുൽ സലാം. എന്റെ അടുത്ത് നല്ലൊരു എമൗണ്ട് ഉണ്ട്, ഒരു 5 ലക്ഷം റുപ്യ ഉണ്ട്. ഓക്കെ. അത് ഞാൻ നിക്ഷേപിക്കണമെന്നുണ്ട്. ഓക്കെ. അത് നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇതിൽ ഒന്ന് ഒരു ഇത് പറഞ്ഞുതരാം, സ്കീം പറഞ്ഞുതരാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് അല്ല, ഞങ്ങളുടെ ഈ സ്കീമിലൊക്കെ കിട്ടുന്നത് ലാഭവിഹിതമാണ്. ലാഭവിഹിതമായിട്ട് കിട്ടുന്നത് കൂടുതൽ റിട്ടേൺ കിട്ടണം. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓഫീസിൽ വന്നാൽ നിങ്ങൾക്ക് അല്ല നിങ്ങളെ ഓഫീസുണ്ട്. ക്ലോക്ക് ടവർ എന്ന ടൗണിലേക്ക് പോകുമ്പോ വലത്ത് ഭാഗത്ത് കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബൈയുടെ മുകളിലാണ്. മുകളിലാണല്ലേ? ബർജിയിൽ യോജിത്ത് എന്നാണ് പേര്. 8 മുതൽ 2 വരെ, 3 മുതൽ 7 വരെ. ഈ അടുത്ത വെള്ളിയാഴ്ച അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, ഇന്ത്യ IIC-യിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക് സെന്റർ എന്റെ പ്രോഗ്രാമുണ്ട്. അത് 7 മുതലാണ് ആരംഭിക്കുന്നത്. പ്രവാസികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ പറയും, ആ സമയത്ത് വിളിച്ചാൽ കാര്യങ്ങൾ അറിയാം. തീർച്ചയായിട്ടും. ശ്രീ KV ഷംസുദ്ദീനെ ബന്ധപ്പെടേണ്ട നമ്പർ 05064678001 64678001 അല്ലെങ്കിൽ 050145558 kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. വേറെന്താണ് പറയാനുള്ളത്? വേറെ എന്തായാലും വീണ്ടും പറയാനുള്ളത്, ഇന്ത്യ ഒരു പുതുയുഗം പിറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിൽ പങ്കാളിയാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഹരി കമ്പോളത്തിൽ നമ്മൾ പങ്കാളിയായിരിക്കണം. അതേസമയത്ത് ക്ഷമയോടെ ആത്മവിശ്വാസത്തോടുകൂടി ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിക്ഷേപം നടത്തുന്നതെന്ന ധാരണയോടുകൂടി ആയിരിക്കണം നിക്ഷേപം നടത്തേണ്ടത്. അത് ചെയ്യണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ പാൻ കാർഡ് ഞങ്ങളുടെ ഓഫീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനും പുറമെ അതിനുവേണ്ട മറ്റുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ട്രേഡിംഗ് അക്കൌണ്ട്, ഡിമാറ്റ് അക്കൌണ്ട്, ബാങ്ക് അക്കൌണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ചെയ്തു കിട്ടും. മ്യൂച്വൽ ഫണ്ടില് SIP ആയിട്ട് ചെയ്യാനും അല്ലാത്ത വിധത്തിൽ ചെയ്യാനും എല്ലാ സൌകര്യവും ഓഫീസ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഇന്ത്യയുടെ വികസനത്തിൽ നമ്മുടെ പണം മുടക്കി പങ്കാളിയാവുക എന്നുള്ള സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും നൽകാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ഷംസുദ്ദീൻ.